നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ അവസാന സൂര്യഗ്രഹണമാണ് 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച, അതായത് നാളെ സംഭവിക്കുന്നത്. കന്നിമാസത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. ഈ ഗ്രഹണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ ദൃശ്യമായിരിക്കുകയില്ല എന്നതാണ്. അത് മാത്രമല്ല, ചില ദോഷാനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഗ്രഹണം നൽകുന്നുണ്ട്. പലപ്പോഴും ഏത് മാറ്റങ്ങളും ശുഭകരവും അതുപോലെ തന്നെ ദോഷകരവുമായ മാറ്റങ്ങൾ നൽകുന്നുണ്ട്. സൂര്യഗ്രഹണ ദിനത്തില് ശത്രുക്കളായ സൂര്യനും ശനിയും സംയോജിക്കുന്നതും മോശം ഫലങ്ങളെയാണ് ചില രാശിക്കാർക്ക് നൽകുന്നത്. അശുഭകരമായ ഒരു സംയോജനത്തിനാണ് ഇതുവഴി നിങ്ങൾ സാക്ഷിയാവുന്നത്. ഇത് ജീവിതത്തിലെ വളരെയധികം വെല്ലുവിളികൾ കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും ആഗ്രഹങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കുന്നതിന് സാധിക്കുകയുമില്ല. പ്രധാനമായും തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും വന്നു ചേരുന്നു എന്നുള്ളതാണ്. വിട്ടുമാറാതെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നത് കൂടുതൽ ഗുരുതരാവസ്ഥ സൃഷ്ടിക്കുന്നു. 12 രാശിക്കാരിൽ 3 രാശിക്കാർക്കാണ് ഈ സമയം മോശം ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അവർ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു രാശിക്കാർക്ക് ഈ ഒരു സൂര്യഗ്രഹണം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ ഒരു സൂര്യഗ്രഹണത്തോടെ ജീവിതത്തിൽ മോശം അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള രാശിക്കാരെ കുറിച്ച് പറയാം. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഇടവം രാശിക്കാരെ കുറിച്ചാണ്. ഇടവം രാശിക്കാർക്ക് ഈ വർഷത്തെ അവസാന ഗ്രഹണം പല വിധത്തിലുള്ള മോശം ഫലങ്ങൾ നൽകുന്നുണ്ട്. ഇവരുടെ 5ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. അത് പ്രണയത്തെ പ്രശ്നത്തിലേക്കും അതുവഴി പ്രതിസന്ധികളിലേക്കും ബന്ധം തന്നെ അവസാനിക്കുന്ന ഘട്ടത്തിലേക്കും എത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടി എത്തില്ല എന്നുള്ളതാണ്. ഇത് ഇടവം രാശിക്കാരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കാരണമാകും. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേയും നിങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇനി അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് അവരുടെ 2ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. അത് മാത്രമല്ല, സൂര്യനും ശനിയും സൃഷ്ടിക്കുന്ന സമസപ്തക യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ധനനഷ്ടം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ രണ്ടാമത് ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. സഹപ്രവർത്തകരുടെ പെരുമാറ്റം നിങ്ങളെ വിഷമിപ്പിക്കും. ഇത് ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകും. സംസാരിക്കുമ്പോൾ ആദരവും ബഹുമാനവും നൽകാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തും. സൂര്യഗ്രഹണത്തിന്റെ സമയം ദോഷഫലങ്ങൾ അതിന്റെ കാഠിന്യത്തിൽ എത്തിക്കുന്നു. സംസാരിക്കുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കേണ്ടതായിട്ട് വരുന്നു. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുന്നേ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ബിസിനസ് ആരംഭിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും അനുകൂല സമയമല്ല എന്നുള്ളതും തിരിച്ചറിയുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് മാറാൻ മറ്റൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയും മോശപ്പെട്ട സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് അവരുടെ 7ാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. ഇത് ആരോഗ്യത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. എല്ലാ കാര്യത്തിലും പ്രതികൂലാവസ്ഥകൾ ഇരട്ടിയാകും. കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് വെല്ലുവിളികൾ ഇരട്ടിയാക്കും. സാമ്പത്തിക സ്ഥിതി ഒട്ടും നിസ്സാരമായിട്ട് കാണരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. സാമ്പത്തിക കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കണം.
₹1 ചിലവാക്കുമ്പോൾ പോലും കരുതൽ വേണം. സൂര്യഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ അതിന്റെ എല്ലാ കാഠിന്യത്തോടെയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകണം, അല്ലെങ്കിൽ അത് ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പോൾ എല്ലാ രീതിയിലും ശരിയായി ചിന്തിച്ചുകൊണ്ട്, ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കടന്നു പോകാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ആഘാതം കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായകമാകും എന്നുള്ളതാണ്. ഇനി മറ്റു രാശിക്കാരുടെ കാര്യം കൂടെ ഒന്ന് നോക്കാം. മേടം രാശിക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മേടം രാശിക്കാർക്ക് ഈ വർഷത്തെ അവസാന ഗ്രഹണം അവരുടെ വ്യക്തിത്വ ജീവിതത്തിൽ പെട്ടെന്നാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നതിനെ കുറിച്ചും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യത്തെ ഒട്ടും നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ളതാണ് ഇവരോട് എടുത്തു പറയാനുള്ള കാര്യം. ഇനി അടുത്തത് മിഥുനം രാശിക്കാരുടെ കാര്യം നോക്കാം. മിഥുനം രാശിക്കാർക്ക് ഈ ഗ്രഹണം പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഗ്രഹണം നിങ്ങളുടെ വളർച്ചയ്ക്കാണ് കാരണമാകുന്നത്. നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. എങ്കിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ല എന്നുള്ളതൊന്ന് ഓർക്കുക. ഇനി അടുത്തത് കർക്കിടകം രാശിക്കാരുടെ കാര്യം നോക്കാം. കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രഹണം അവരെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ആത്മപരിശോധന എല്ലാ കാര്യത്തിലും നടത്തുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ വൈകാരികത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് കന്നിരാശിക്കാരുടെ കാര്യം നോക്കാം. കന്നിരാശിക്കാർക്ക് ഈ ഗ്രഹണം ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. പലപ്പോഴും നിങ്ങളുടെ നിക്ഷേപങ്ങൾ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും. അച്ചടക്കമുള്ള ദിനചര്യ പാലിച്ചില്ലെങ്കിൽ അത് ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരല്പം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് തുലാം രാശിക്കാരുടെ കാര്യം നോക്കാം. തുലാം രാശിക്കാർക്ക് ഈ ഗ്രഹണം വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. പലപ്പോഴും ബിസിനസ് സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആവേശകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് ചിന്തിക്കുക. നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അതാണ് ഇക്കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വൃശ്ചികം രാശിക്കാരുടെ കാര്യം നോക്കാം. വൃശ്ചികം രാശിക്കാർക്ക് ഗ്രഹണം പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കരിയറിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്പം ശ്രദ്ധിച്ചു വേണം. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. അതിലും ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രഹണയോഗം നിങ്ങളെ പാടെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ധനുരാശിക്കാരെ കുറിച്ച് പറയാം. ധനുരാശിക്കാർക്ക് ഗ്രഹണം ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. യാത്ര, പഠനങ്ങൾ എന്നിവയ്ക്ക് അല്പം തടസ്സം നേരിടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. അപ്പോൾ ഒരല്പം ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് സൂര്യഗ്രഹണം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്ക് കരിയറിലും സാമ്പത്തിക സ്ഥിതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, പല വിധത്തിലുള്ള സംഘർഷങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ദോഷങ്ങൾ അധികരിച്ചു നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുംഭം രാശിക്കാരുടെ കാര്യമെന്ന് പറയാം. കുംഭം രാശിക്കാർക്ക് ഈ ഗ്രഹണം ആത്മീയമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെയെല്ലാം മറികടക്കുന്നതിന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കാര്യം മുന്നേ കണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ രാശിക്കാർക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രഹണത്തോടു കൂടി ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരല്പം കെയറോടുകൂടി, ഒരല്പം കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.